വണക്കം ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പതിവ് ചെയ്യുന്ന പരിപാടിയായിട്ടുള്ള വീഡിയോ അല്ല, ഒരു നൊസ്റ്റ വീഡിയോയാണ്. ശരിക്കും വളരെ നൊസ്റ്റാൾജിക്. പേഴ്സണലി എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ചിലപ്പോൾ ആ കാലഘട്ടത്തിൽ 80s എൻഡും 90s ഓർമ്മയുള്ള എൻ്റെ കാലഘട്ടത്തിലുള്ളവർക്കും ചിലപ്പോൾ ഞാൻ ഈ ഇന്നത്തെ പറയുന്ന കണ്ടൻറ്റ് ചിലപ്പോൾ കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊരു റീസണുണ്ട്. ഈ കഴിഞ്ഞ വീക്ക് എൻ്റെ ഒരു യങ്ങർ ബ്രദറിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച്. ശിവസായി എന്നാണ് അനിയൻ്റെ പേര്. ശിവൻ ആക്ച്വലി ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സായിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയാം ശിവനെ. മരക്കാർ അറബിക്കടലിൻ്റെ സിനിമത്തിൽ പ്രിയൻ സാറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സാജൻ ബേക്കറി എന്ന് പറഞ്ഞ പടത്തിൽ ചന്തുവിൻ്റെ കൂടെ റൈറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗഗനചാര്യ എന്ന് പറഞ്ഞ് ശിവൻ എഴുതിയൊരു പടം ഇനിയിപ്പോൾ റിലീസ് ചെയ്യാനുണ്ട്. ശിവൻ്റെ മാരേജ് ഫംഗ്ഷൻ വെച്ച് വിൻറ്റേജ് ഹീറോയിനായിട്ടുള്ള നമ്മുടെ കാർത്തിക ചേച്ചിയെ കാണാൻ ഇടയായിരുന്നു. കാർത്തിക ചേച്ചി താളവട്ടം, പഴയ കമൽഹാസൻ സാറിൻ്റെ നായകനിലേക്ക് ഹീറോയിനായിട്ടുള്ള ആളാണ് കാർത്തിക ചേച്ചി. അപ്പോൾ കാർത്തിക ചേച്ചി നമുക്ക് ആ കാലഘട്ടം ഞങ്ങൾ പടം കണ്ടു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഹീറോയിൻ ഇമേജ് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ആളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ഓപ്ഷനായിരുന്നു. അതായത് വഴുതക്കാട് ആ സമയത്ത് ഒന്ന് ട്രിവാൻഡ്രം ക്ലബ്ബിലായിരുന്നു അന്നത്തെ ട്രിവാൻഡ്രം ബേസ്ഡ് സിനിമാക്കാരുടെ എല്ലാവരുടെയും ഒരു അസംബ്ലിങ് സ്പോട്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അന്ന് കണ്ടൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ VHS കാസറ്റ്സിൻ്റെ കാലമാണത്. അപ്പോൾ VHS കാസറ്റ്സ് ആ കാലഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ വെൽഗേറ്റ് കാസറ്റ്സ് എന്നായിരുന്നു അത് പിൽക്കാലത്ത്. ആദ്യം അത് നാഷണൽ കാസറ്റ്സ് എന്ന് പറഞ്ഞ കടയായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു VHS കാസറ്റ്സ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ഓഡിയോ കാസറ്റ്സ് കിട്ടുന്നൊരു കടയും ഉണ്ടായിരുന്നു വഴുതക്കാട്. അപ്പോൾ ആ സ്ഥലത്തു നിന്നാണ് എൻ്റെ ഫാദർ നമുക്ക് വീട്ടിൽ കാസറ്റ്സ് എടുത്തിട്ട് വരുന്നത്. ആ ഒരു ടൈം പീരീഡിൽ, ആ ഒരു സമയത്തൊക്കെ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ ആ കാലഘട്ടത്തിലെ സിനിമ പാട്ടുകളെല്ലാം കൂടെ വീഡിയോ സോങ്സ് ആയിട്ടുള്ള VHS കാസറ്റ്സ് കിട്ടുമായിരുന്നു. അപ്പോൾ ആ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ ഇത് കണ്ടിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാനൊക്കെ അത് കണ്ടു വളർന്ന ആളാണ് കേട്ടോ. ഒരു ദിവസം മിനിമം നമ്മുടെ വീട്ടിൽ 2 കാസറ്റ് 3 കാസറ്റ് എടുക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കണക്റ്റ് ആയിട്ടുള്ള വളരെ ഹുക്ക് ചെയ്ത കുറച്ച് പാട്ടുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു മെഡ്ലയായിട്ട് ഇപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ വന്നിട്ടുണ്ട്. വിജി വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടൊരു സിംഗർ ആ കാലഘട്ടത്തിലെ മെയിൻ പാട്ടുകളെല്ലാം കൂടെ കണക്ട് ചെയ്തൊരു മെഡ്ലേ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ശരിക്കും നമുക്കത് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശരിക്കും വല്ലാതെ നമ്മളെ അങ്ങ് ബാക്കിലോട്ട് കൊണ്ടുപോയി. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ടച്ച് ചെയ്ത് ആ ഒരു കാലഘട്ടത്തിലെ ഒരുപാട് ഇമേജസ് നമ്മുടെ ഉള്ളിൽ കൂടെ പോയി. ശരിക്കും ആ കാലഘട്ടത്തിലൊക്കെയാണ് നാഷണൽ കാസറ്റ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ലാലേട്ടൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ മെമ്മറീസൊക്കെ സത്യം പറഞ്ഞാൽ ഈ പാട്ട് കേട്ടപ്പോൾ ഇങ്ങനെ അകത്ത് മനസ്സിൽ റീല് പോലെ ഇങ്ങനെ ഓടിപ്പോയി. എനിക്ക് ആക്ച്വലി വിജി വിശ്വനാഥ് ആരാന്ന് ഞാൻ ഇതുവരെ പേഴ്സണലി പരിചയപ്പെട്ട ഒരാളല്ല. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴെങ്കിലും കാണാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് വിജി വിശ്വനാഥ് എന്ന് പറഞ്ഞ സിംഗറിനെ കാണാൻ സാധിച്ചാൽ, ക്ലബ് കാൻസ്ബർഗിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതാണ്. വളരെ നന്നായിട്ടുണ്ട് വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് മനസ്സിൽ ടച്ച് ചെയ്തു, ഭയങ്കരമായിട്ട് കണക്റ്റായി. ആ വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, ആക്ച്വലി നിങ്ങളുടെ കൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്ത ഓരോരുത്തരും 100% ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട്. ആ ഫീല് കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്ത ആംബിയൻസും ആക്ച്വലി സൂപ്പർബായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് വീഡിയോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതേപോലത്തെ ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ ഞങ്ങളുടെ 80s 90s കിഡ്സ് കാലഘട്ടത്തിലുള്ളവർക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാൻ നോക്കുക. ആക്ച്വലി ഞങ്ങളെപ്പോലത്തെ ഒരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാൻസിന് ആ കാലഘട്ടത്തിലെ ലാലേട്ടൻ്റെ ഒരു ചിരി, കളി, കുസൃതി, തലകുത്തി മറിച്ചിൽ, ആ സാധനങ്ങളെല്ലാം മനസ്സിൽ കൂടെ ഓടിപ്പോയി ഈ പാട്ട് കേട്ടപ്പോൾ. ഇനിയും ഇതേപോലത്തെ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നമുക്ക് ന്യൂ ജനറേഷൻ സാധനങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ പലതും. ആ കാലഘട്ടത്തിനെ ടച്ച് ചെയ്യിപ്പിക്കുന്ന കുറേ ഫിലിം മേക്കേഴ്സും ഇപ്പോൾ ഉണ്ട്. പക്ഷേ റിയൽ 80s 90s കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന ഞങ്ങളെപ്പോലെ 80s 90s കിഡ്സിനെ ടച്ച് ചെയ്യിപ്പിക്കുന്ന ക്രിയേഷൻസ് വരുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആയിട്ടോ. അപ്പോൾ ഒരുപാട് ജോലി തിരക്കുകളുടെ ഇടയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്നത് ഒരു ഭയങ്കര സന്തോഷവും സമാധാനവും കാം പീസ് ഓഫ് മൈൻഡാണ്. സോ കീപ് ട്രൈയിങ്
പിന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് കേട്ടോ. വിജി വിശ്വനാഥ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആസ് എ ഓഡിയൻസ് നിങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാനീ പറഞ്ഞ ഞാനത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. താങ്ക് യു സോ മച്ച്. ബൈ.